ഇത് മൂന്ന് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കില്ല. അഥവാ ഒരു രോഗം വരുന്നു, രോഗം വരുമ്പോ അയാൾ പറയുന്നത് അള്ള തന്ന രോഗമൊന്നുമല്ല, ഇത് ഞാൻ മഴ കൊണ്ടതുണ്ടായ രോഗമാണ്, ഇത് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായതാണ്, ഇത് അള്ള തന്ന രോഗമൊന്നുമല്ല, എന്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ്. ഈ വിശ്വാസം ഞമ്മക്ക് പറ്റൂല. അതുവ പാടില്ല. വലാത്തീറ, പക്ഷികളെ അങ്ങ് പറപ്പിക്കുന്നു. വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ്, ഇടതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് മോശം ദിവസമാണ്, ഇന്ന് ഞാൻ കച്ചവടത്തിന് പോണില്ല. മുസ്ലിങ്ങൾക്ക് ഈ പരിപാടിയില്ല, പാടില്ല. ഹാമത്തും മുസ്ലിങ്ങൾക്കില്ല. ഓരോ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാല് മയ്യത്തിന്റെ എല്ലുകളൊക്കെ പക്ഷികളായി രൂപപ്പെടും, എന്നിട്ട് പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കും എന്ന വിശ്വാസം പണ്ട് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ അതില്ല. അതുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത വിശ്വാസം പിന്നെ എവിടേക്കാ വരിക? അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, ബഹുദൈവ വിശ്വാസമാണ്. നഹ്സ് നോക്കൽ, ശകുനം നോക്കൽ, നല്ല ദിവസം ചീത്ത ദിവസം നോക്കലൊക്കെ നഹസിന്റെ പോലെയുള്ള തീറത്ത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മനുഷ്യന്മാരാണ്, കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ കറുത്ത പൂച്ച മുമ്പ് കൂടെ പോയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഫസ്റ്റ് ഒരു ചൂലാണ് കണ്ടത്, അതാണ് എന്റെ പ്രശ്നം ഉണ്ടായത്. ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വിധവയായ പെണ്ണിനെയാണ് ഫസ്റ്റ് കണ്ടത്, അതുകൊണ്ടാണ് എന്റെ തന്ന ദിവസം മോശമായതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല, മാ കഫാറത്തു ദാലിക്, അങ്ങനെ തോന്നിയാ നബിയെ ഞങ്ങൾ എന്ത് കഫാറത്താണ്, പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത്? അയ്യഖൂല അഹദുഹും, അവരിങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഖൈറുക. അവരിഞ്ഞ് പറയേണ്ട വാക്കതാണ്, അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നീ തന്ന ഖൈറല്ലാതെ മറ്റൊരു ഖൈറില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നീ നൽകിയിട്ടുള്ള ആ നിനക്കുള്ള ശകുനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നില്ല, വലാ ഇലാഹ ഖൈറുക, നീയല്ല അത് ഒരു ഇലാഹുമില്ല റബ്ബേ. ആ വാക്ക് പ്രായശ്ചിത്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നല്ലൊരു മാസത്തിനെ മോശമായി കാണുകയും അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ മാറ്റി. അതേപോലെ തന്നെ ദീനിലില്ലാത്ത 113 തവണ മുഹറം 1 അന്ന് ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ. ഖുർആനിൽ ഏതൊക്കെയോ സൂറത്തുകൾ പറഞ്ഞ് ഇത് 4000 പ്രാവശ്യം ഓത്, ഇത് 300 പ്രാവശ്യം ഓത്, ആ സൂറത്ത് 6000 പ്രാവശ്യം ഓത്. ഈ സൂറത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന 23 കൊല്ലത്തിനടക്ക് കിട്ടാത്ത ഏത് വഹിയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, തൊള്ളയിൽ വായക്ക് തോന്നിയത് ഗോതക്ക് പാട്ടെന്ന് പറഞ്ഞ് കാണുന്നത് മുഴുവൻ ഇസ്ലാമാക്കി ഇവർ പഠിപ്പിച്ചു